ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ട്, മരുന്നെടുത്തിട്ടൊന്നും ഈ അസുഖത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലംസ് ഉണ്ട്, മെന്റൽ ട്രോമാസ്, ഏതെങ്കിലും തരത്തിലുള്ള ഭയം, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു, മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എപ്പോഴും സ്ട്രഗിൾസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മളുടെ തന്നെ പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങളാണ് ഈ ജന്മത്തിൽ നമുക്ക് അസുഖമായിട്ടോ മാനസിക പ്രശ്നങ്ങളായിട്ടോ തടസ്സങ്ങളായിട്ടോ ഒക്കെ നമ്മളെ പിന്തുടരുന്നത്. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള മഹാവിഷ്ണുവിന്റെ ഒരു മന്ത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. മന്ത്രം ഇതാണ്: ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ, ഓം ഗോവിന്ദായ നമഃ. അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ, ഒരിക്കലും നാശമില്ലാത്തവൻ, ഒരാളാലും നശിപ്പിക്കപ്പെടാൻ സാധിക്കാത്ത ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തില് ഈശ്വരൻ മാത്രമാണ്. അപ്പൊ ആ ഭഗവാനെ നിങ്ങൾ നമിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അനന്തായ നമഃ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അനന്തത. അതിന്റെ ആദ്യവും അന്തവും അവസാനവും ഒന്നും ഇന്ന് വരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അനന്തമായിട്ടുള്ള ആ ആദിശേഷനെ, ഭഗവാൻ അനന്തനെ നാം നമിക്കുന്നു. ഇനി ഗോവിന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഗോക്കളെ സംരക്ഷിക്കുന്നവൻ, പശുക്കളെ സംരക്ഷിക്കുന്നവൻ എന്ന് മാത്രമുള്ള അർത്ഥമല്ല, സാധുജനങ്ങളെ, നിസ്സഹായരായവരെ, നിഷ്കളങ്കരായവരെ ഒക്കെ സംരക്ഷിക്കുന്ന ആ ഭഗവാനെ നാം നമിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്തും ആയിക്കോട്ടെ, ഈ മന്ത്രം നിങ്ങൾ ദിവസവും മുടങ്ങാതെ ഒരു 3 മാസം അടുപ്പിച്ച് 108 തവണ ജപിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്തിൽ കൂടി ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മാർഗം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.